മാജിക്സ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്കാണ് യാത്രയാവുന്നത്. ഇവിടെ നമ്മൾ തൊട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഒരു നേത്രാവതി എക്സ്പ്രസ്സിലാണ് ട്രെയിന് 9:15 ട്രെയിൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് പോയിട്ട് അവിടെ വിശേഷങ്ങൾ. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് പറയുമ്പോൾ ഞാൻ ഈ യാത്ര തീരുമാനിച്ചപ്പോൾ തന്നെ യൂട്യൂബിൽ ഒരുപാട് ഞാൻ സെർച്ച് ചെയ്തു. പക്ഷേ നമുക്ക് ട്രിവാൻഡ്രം ടു ചോറ്റാനിക്കര ട്രെയിൻ യാത്രയെക്കുറിച്ചുള്ള വ്ളോഗ് കുറവായിരുന്നു. പക്ഷേ കൊല്ലം ടു ചോറ്റാനിക്കരയുടെ യാത്രയെ പറ്റിയുള്ള വ്ളോഗ് ഒരുപാട് ഉണ്ടായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തുനിന്ന് പോകുന്നവർക്ക് ഒരു ഫലപ്രദമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. അങ്ങനെ എന്തായാലും നേത്രാവതി എക്സ്പ്രസ്സിൽ 9:15 നമ്മളിവിടെ നിന്ന് യാത്രയായി. തിരുവനന്തപുരത്ത് നിന്നും 4.5 മണിക്കൂർ യാത്രയാണ് എറണാകുളത്തേക്ക് ഉള്ളത്. അങ്ങനെ ഉച്ചയ്ക്ക് 1:45 മണിക്ക് നമ്മൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമ്മളെ ഇറക്കി ട്രെയിൻ പാഞ്ഞു പോയി. ഇവിടെ നിന്ന് ഓപ്പോസിറ്റ് തൊട്ടടുത്ത് തന്നെ നടന്നിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ എപ്പോഴും പ്രൈവറ്റ് ബസ് ചോറ്റാനിക്കരയ്ക്കുണ്ട്. നമുക്കിനി അങ്ങോട്ട് പോകാം. അങ്ങനെ നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവിടെ എത്തി. അപ്പോൾ ഇവിടെ നമുക്കിനി ബസ്സിലാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോലുള്ള ബസ് യാത്ര. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഇനി നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇവിടെ നിന്ന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും 17 കിലോമീറ്ററാണ് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നടയിലെത്താനായിട്ടുള്ള ദൂരം. അങ്ങനെ എന്തായാലും നമ്മൾ അങ്ങനെ ചോറ്റാനിക്കര ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് ചോറ്റാനിക്കര ജംഗ്ഷൻ. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് ബസ് നിർത്തുന്നത്. നമുക്ക് തൊട്ടടുത്ത് തന്നെയാണ് അമ്പലം കാണാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ചോറ്റാനിക്കര അമ്മയുടെ തിരുസന്നിധി നടയിൽ തിരുമണ്ണിൽ നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ ആർച്ച് ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് പുറത്തുള്ള ഒരു വ്യൂ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. നടപ്പന്തലിനോട് ചേർന്ന് വലതു ഭാഗത്തായിട്ട് തന്നെ ബാഗ്, ചെരുപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയുള്ള കൗണ്ടറുണ്ട്. അതുപോലെ ഇടതു ഭാഗത്തായിട്ട് തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളും തന്നെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ തന്നെ ദിവസങ്ങളോളം ഭജന ഇരിക്കുന്ന ആചാരങ്ങളുണ്ട്. അവർക്ക് സത്രം, ഓഫീസിൽ സത്രം റൂം ഒരുക്കിയിട്ടുണ്ട്. ഈ റൂം 800 രൂപയാണ് വാടക. അത് ഒരു ദിവസത്തെ ചാർജാണിത്. അതുപോലെ തന്നെ ഇടതു ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ടും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വാതിലാണ്. ഇവിടെ കാർ പാർക്കിംഗ് സൗകര്യമുണ്ട്. പുറത്തും റൂം അവൈലബിൾ ആണ്. AC റൂം 1500 രൂപയും നോൺ AC 1000 രൂപയും. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ കാഴ്ചയിലേക്ക്. ഇവിടെ ക്യാമറ ഷൂട്ടിംഗ് അനുവദനീയമല്ല എങ്കിലും പരിധിക്ക് നിന്നുള്ള കുറച്ച് കാഴ്ചകളും മറ്റും കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അതുപോലെ ഇടതു ഭാഗത്തായിട്ട് കൗണ്ടർ കാണാൻ സാധിക്കും. അതുപോലെ ഈ കാണുന്നതാണ് ഇവിടെ വഴിപാട് നടക്കുന്ന വിശദ വിവരങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷേത്ര ചടങ്ങുകൾ നടക്കുന്ന സമയ വിവരങ്ങളും ഇവിടെ ബോർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ ഐശ്വര്യത്തിൻ്റെ ഭഗവതിയും ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിൽ ഒന്നുമായ മഹാലക്ഷ്മിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശബരിമലയും ആറ്റുകാലും കൊടുങ്ങല്ലൂരും ഗുരുവായൂരും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ ദർശനം നടത്തുന്ന ക്ഷേത്രം കൂടിയാണ് ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം. അതുപോലെ മറ്റൊരു സവിശേഷത എന്നത് ഈ ക്ഷേത്രത്തിനുള്ളിൽ തന്നെ തന്മൂലം കീഴ്ക്കാവിൽ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രവും കാണാൻ സാധിക്കും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ അന്നദാന മണ്ഡപമുണ്ട്. അതുപോലെ എല്ലാ ദിവസവും 12 അന്നദാനം ഇവിടെ നടത്തപ്പെടുന്നു. അന്നദാനത്തിനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഉച്ച ശ്രീവേലി അതിനോടൊപ്പം തന്നെ കറക്റ്റ് 12 അന്നദാന കൗണ്ടറും ഓപ്പണായി. അങ്ങനെ അന്നദാനം കഴിച്ചു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരമുള്ള പൂജയും കാര്യങ്ങളുമാണ്. വൈകുന്നേരം നടക്കുന്ന ശ്രീവേലിയിൽ ആനപ്പുറത്ത് ഭഗവതി എഴുന്നള്ളിച്ചുള്ള ചുറ്റമ്പലം വലം വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. എല്ലാ ഭക്തജനങ്ങളും അമയനാരായണ ദേവി നാരായണ എന്ന നാമം ഉരുവിട്ട് ചുറ്റമ്പലം വലം വയ്ക്കുന്നതായിട്ട് കാണാൻ സാധിക്കും.
ഇതാണ് നമ്മൾ കീഴ്ക്കാവിലേക്ക് പോകുന്ന ആ നടപ്പന്തൽ. തൊട്ടടുത്ത് തന്നെ വലതുഭാഗത്തായിട്ട് ശാസ്താവിൻ്റെ ഒരു അമ്പലവും ഇവിടെ കുടികൊള്ളുന്നു. കീഴ്ക്കാവിലേക്ക് പോകുന്ന നടപ്പന്തലിൻ്റെ ഇടതുഭാഗത്തായിട്ട് തന്നെ ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും കാണാൻ സാധിക്കും. കീഴ്ക്കാവിലോട്ട് പോകുന്ന വഴിക്ക് വലതുഭാഗത്താണ് ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാടായിട്ട് ഗുരുതിക്കൂട്ട് അർപ്പിക്കുക എന്നൊരു ചടങ്ങും അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ശ്രീവേലിയിൽ ഈ ശങ്കരൻകുട്ടി എന്ന ആന, ഇവൻ്റെ പുറത്താണ് എഴുന്നള്ളിച്ച് ദേവിയെ പ്രദക്ഷിണം വയ്ക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ചോറ്റാനിക്കര അമ്മയുടെ മണ്ണിൽ താമസിച്ച് എല്ലാ ക്ഷേത്ര ചടങ്ങുകളിലും പങ്കെടുത്ത് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് യാത്രയാകുകയാണ്. അങ്ങനെ ഇന്ന് വൈകുന്നേരം തന്നെ ആണ് നമുക്ക് ട്രെയിന്. രാത്രി 10:30-ക്കാണ്. അങ്ങനെ നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും ബസ്സിൽ കയറി നമുക്ക് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. വന്നപ്പോൾ തിരിച്ചു പോകുന്നത് നമ്മളിനി നോർത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോകാനായി നമ്മൾ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് പോകാനുള്ള ട്രിവാൻഡ്രം എക്സ്പ്രസ് ട്രെയിൻ എത്തിക്കഴിഞ്ഞു. വളരെ ലേറ്റായിരുന്നു. 11 മണിക്കുള്ള ട്രെയിൻ ഏകദേശം 12 മണി കഴിഞ്ഞാണ് എത്തിയത്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ട്രിവാൻഡ്രം എത്തുമ്പോൾ നേരം വിളിക്കും. ഓക്കെ, അപ്പോൾ അവിടെ വെച്ച് കാണാം. അങ്ങനെ നമ്മൾ രാവിലെ 6:30 മണിയോടുകൂടി ട്രിവാൻഡ്രം സെൻട്രലിൽ ട്രെയിൻ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.